ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് പുട്ടും ചെറുപയറും കറി ഉണ്ടാക്കാം. അപ്പോൾ രാത്രിക്കത്തെ ഫുഡാണിത്. ഇന്നലത്തെ രാത്രിക്കത്തെ ഫുഡാണ്. അപ്പോൾ രാത്രി എന്താണ് എന്നും ചോറും ദോശ അങ്ങനത്തെ ഒക്കെ അല്ലേ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുക, ചെറുപയർ കറി ഉണ്ടാക്കുക. ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരിപ്പുട്ടിക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട് ചെറുപയർ കറി, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഗോതമ്പ് പുട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഞാൻ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നേനെ. അപ്പം വെച്ച് ഉണ്ടായ ഓരോ ഇതല്ലേ. അങ്ങനെ ഞാൻ കുക്കറിലിട്ട് തക്കാളി ഇടണം, തക്കാളി ഇടാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഉള്ളിട്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ കുക്കറിൽ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ ഗോതമ്പ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് തൂവിങ്ങാണ്ട് നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അങ്ങനെ അതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ സാധാ പുട്ടുപൊടിൻ്റെ പോലെ കിട്ടും. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്തെടുക്കുക. അങ്ങനെ ആ കുക്കറിൻ്റെ മേലെ വെച്ച്, ഈ കുക്കറിൽ ഞാൻ നേരത്തെ വെച്ച ചെറുപയറാണ്. അങ്ങനെ പുട്ടായി. പിന്നെ ചെറുപയർക്ക് ഇത്തിരി തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും പിന്നെ നേരത്തെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് നല്ലോണം മിക്സ് ചെയ്താൽ അടിപൊളി കൂട്ടാവും. അങ്ങനെ പുട്ട് ആവിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ചെറുപയർ വെള്ളത്തിലിടാതെ തന്നെ വേവിച്ചിട്ട് നല്ലോണം വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടകിട്ട് എല്ലാവരും ചെയ്യണ പോലെ എല്ലാവർക്കും അറിയാം. ഇതെല്ലാവരും ഉണ്ടാക്കിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പുട്ടൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതേപോലെ പത്തിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പയറൊക്കെ ഇട്ട് ആ കൂട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പം നോക്കാം നമുക്ക് ഉപ്പുണ്ടോ എന്താ ഇല്ലാത്തത്. അങ്ങനെ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവും മല്ലിപ്പൊടിൻ്റെ കുറവുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ പുട്ട് എനിക്കിങ്ങനെ പുട്ട് അച്ചയൊക്കെ എന്നിട്ട് വലിയ ഇഷ്ടമില്ല. നമ്മൾ ഈ സാധാരണ അരിപ്പുട്ടിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് അത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ വലിയൊരു ഇഷ്ടമായില്ല. ഗോതമ്പ് പുട്ട് എനിക്ക് അതുകൊണ്ട് വലിയ തൃപ്തിയായില്ല. പക്ഷേ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കോട്ട കഴിഞ്ഞ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.